കേൾക്കാനും ഒക്കെ മക്കളും കൊച്ചുമക്കളും അടുത്തിരിക്കുന്ന അമ്മൂമ്മ നമ്മുടെയൊക്കെ സന്തോഷ കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരെയും നമ്മൾ കാണുന്നുണ്ട്. നട തള്ളപ്പെടുന്നവർ, ഉപേക്ഷിക്കപ്പെട്ട മക്കളെ ഓർത്ത് ഉത്സവപ്പറമ്പിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ദിവസങ്ങൾ ഇരിക്കുന്നവർ, മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നവർ. അവിടെയാണ് വയോജന വകുപ്പ് എന്ന ആശയം ആവിഷ്കരിക്കപ്പെടാൻ പോകുന്നത്. ജപ്പാനാണ് മാതൃക. വയോജനങ്ങൾക്കായുള്ള ജാപ്പനീസ് കെയർ മാതൃകയുടെ പ്രധാന സവിശേഷതകളും പ്രവർത്തന രീതികളും നമുക്കൊന്ന് നോക്കാം. ലോങ് ടേം കെയർ ഇൻഷുറൻസ് ആണ് ഒന്നാമത്തെ സവിശേഷത. 2000 തന്നെ ജപ്പാൻ നിർബന്ധിത വയോജന പരിചരണ ഇൻഷുറൻസ് സംവിധാനം ആരംഭിച്ചു. 40 വയസ്സിന് മുകളിലുള്ള എല്ലാ ജാപ്പനീസ് പൗരന്മാരും ഈ ഇൻഷുറൻസ് ഫണ്ടിലേക്ക് പ്രീമിയം അടയ്ക്കണം. വയോജനങ്ങളുടെ പരിചരണ ചെലവിന്റെ 50% ഇൻഷുറൻസ് പ്രീമിയം വഴിയും ബാക്കി 50% സർക്കാർ നികുതിപ്പണം വഴിയും കണ്ടെത്തുന്നു. ഗുണഭോക്താക്കൾ ചെലവിന്റെ 10 മുതൽ 30% വരെ മാത്രം കയ്യിൽ നിന്ന് നൽകിയാൽ മതിയാകും. അടുത്തത് കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംയോജിത പരിചരണമാണ്. ഓരോ മുതിർന്ന പൗരനും അവരുടെ സ്വന്തം വീടുകളിലോ പരിചിതമായ ചുറ്റുപാടുകളിലോ ജീവിച്ചുകൊണ്ട് പരിചരണം ഉറപ്പാക്കുന്ന രീതിയാണിത്. ഒരു വയോധികന് ആവശ്യമായ മെഡിക്കൽ കെയർ സൗകര്യങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് 30 മിനിറ്റിനുള്ളിൽ ലഭ്യമാകുന്ന തരത്തിലാണ് പ്രാദേശിക കമ്മ്യൂണിറ്റികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സമഗ്ര വയോജന വിലയിരുത്തലാണ് മൂന്നാമത്തേത്. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വിലയിരുത്തുകയാണ് ലക്ഷ്യം. ഡോക്ടർമാർ, നഴ്സുമാർ, സൈക്കോളജിസ്റ്റുകൾ, ഫാർമസിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന സംഘം ഓരോ വ്യക്തിക്കും അനുയോജ്യമായ കെയർ പ്ലാൻ തയ്യാറാക്കുന്നു. മറവി രോഗം, ശാരീരിക ബലഹീനത, വീഴ്ചകൾ, പോഷകാഹാരക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനാണ് കൂടുതൽ മുൻഗണന. അടുത്തത് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. നഴ്സിംഗ് ജീവനക്കാരുടെ കുറവ് നികത്താൻ ജപ്പാൻ വയോജന പരിചരണത്തിൽ റോബോട്ടുകളെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പ്രായമായവരെ കട്ടിൽ നിന്ന് മാറ്റാനും അവർക്ക് നടക്കാനും ഏകാന്തത ഒഴിവാക്കാൻ സംസാരിക്കാനും ഡിജിറ്റൽ സംവിധാനങ്ങളും റോബോട്ടിക് ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. കേരള ജനസംഖ്യയുടെ 18% ഇതിനോടകം 60 വയസ്സ് പിന്നിട്ടവരാണ്. ഏകദേശം 48 ലക്ഷം മനുഷ്യർ. അടുത്ത 10 വർഷത്തിൽ അത് 22% വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് വയോജന വകുപ്പിന് പ്രാധാന്യം ഏറ്റുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. അത് ആശാ വർക്കർമാരെ കുറിച്ചാണ്. നമ്മളൊരു വയോജന വകുപ്പ് രൂപീകരിക്കുകയും അവരുടെ ഏറ്റവും അടിയന്തരമായ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ ഏറ്റവും വലിയ ടൂളായി മാറുന്നത്, മെഷീനറിയായി മാറുന്നത് ആശാ വർക്കർമാർ തന്നെയായിരിക്കും. ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ഒക്കെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്നത് ആശാ വർക്കർമാരെ തന്നെയാണ്. അപ്പോൾ അവർക്ക് നൽകുന്ന ഓണറേറിയം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയാകും ഈ ഘട്ടത്തിൽ.